ഗോവിന്ദം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമസ്യേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. രുക്മിണീദേവി പാർവതി പരമേശ്വരന്മാരുടെ മുന്നിൽ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാൻ കൃഷ്ണൻ എൻ്റെ പതിയായിട്ട് തീരണേ. ഭഗവാന് മനസ്സിലായി രുക്മിണീദേവി തൻ്റെ സഖിയായിട്ട് തീരാൻ യോഗ്യതയുള്ള സ്ത്രീയാണെന്ന് ഭഗവാനിതാ ഇപ്പോൾ മനസ്സിലായി. അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസി കർണേ മദ്ദശാം നന്ദസൂനോ. സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉള്ള സമയത്താണ് ഒരാൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ഭഗവാന്റെ മുന്നിൽ പോയി, മഹാദേവന്റെ മുന്നിൽ പോയി പലരും ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കും. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ശിവമാർഗപ്രണേതാരം. ഭഗവാനെ, ശിവമാർഗത്തിന് നല്ലതായിരിക്കുന്ന വഴിയെ അങ്ങതാ എന്നോട് പറഞ്ഞു തരണേ, നല്ല വഴിയെ പറഞ്ഞു തരണേ, നല്ല വഴിയെ പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ സാക്ഷാൽ മഹാദേവൻ എന്നും പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥം ഭാഗവതം എന്ന അതിൻ്റെ പേര്. ആ ഭാഗവത ഗ്രന്ഥത്തിനെ കാണിച്ചു കൊടുക്കുക. ഏതാ നല്ല വഴി എന്നാണ് വിചാരിച്ചത്. ഈ ഭാഗവതമാണ് നല്ല വഴി. ഭാഗവതത്തിൻ്റെ വഴിയിലൂടെ അതാ സഞ്ചരിച്ചോളൂ, എന്നാൽ ഇതാ അവർക്ക് എന്നതാ കിട്ടും. അങ്ങനെ രുക്മിണീദേവിക്ക് ബ്രാഹ്മണരുടെ അടുത്തുനിന്ന് സാക്ഷാൽ ഈശ്വരനെ ഉപാസിക്കുക തന്നെയാണ് വേണ്ടത് എന്നതാ മനസ്സിലായി. ഗൃഹാഗതേർഗീയമാനാഹ തം മേനേ സദൃശം പതിം. തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നതായ ഭഗവത് ഭക്തന്മാര് ഭഗവാന്റെ കഥകൾ പറയുന്നത് കേട്ട്, കൃഷ്ണകഥ കേട്ട് 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 കൃഷ്ണൻ എൻ്റെ ഭർത്താവായിട്ട് തീരണേ, ഭഗവാനെ ഉപാസിക്കുക തന്നെയാണ് വേണ്ടത് എന്നുള്ള ഭാവത്തിലേക്ക് ഇപ്പോൾ ആ രുക്മിണീദേവിക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അങ്ങനെ രുക്മിണീദേവി ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ 7 ശ്ലോകങ്ങളാണ് നമുക്കിതാ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആനന്ദം ഉണ്ടാവണം വെച്ചാൽ എന്താ വേണ്ടത്? ആദ്യം തന്നെ രുക്മിണീദേവി പറയണോ, ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ. ശ്രുത്വാ, ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ നന്നായിട്ട് ഇതാ കേൾക്കാനായിട്ട് സാധിക്കണം. ഭഗവാന്റെ കഥകളെ നന്നായിട്ട് കേൾക്കുക. എങ്ങനെ വേണം കേൾക്കുക? പിബന്തിയേ ഭഗവത ആത്മന സദാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം. ശ്രവണപുടേഷു, ഇതിൻ്റെ കാതിലൂടെ ശ്രവണപുടത്തിലൂടെ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളങ്ങനെ കേൾക്കണ സമയത്ത് മനസ്സുതാ ശുദ്ധമായിട്ടിതാ തീരണം. അപ്പം ആദ്യപടി എന്താ ചോദിച്ചാൽ ഭഗവാന്റെ കഥയുടെ മുന്നിൽ നന്ദി ഇരിക്കന്നെ വേണം. കഥ എങ്ങനെ നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കണം. എന്താണ് ഭഗവാന്റെ കഥയുടെ പ്രത്യേകത? ശ്രുത്വാ, ശ്രുതിയിലുള്ളതാണ് ഭഗവാന്റെ കഥകൾ അല്ലെ. ശ്രുതിയിൽ എന്താണോ പറയുന്നത് അതിനെയാണ് ഭഗവാന്റെ കഥയായിട്ട് വർണ്ണിക്കുന്നത്. ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം. ഉപനിഷദർത്ഥം, ഉപനിഷത്തിൻ്റെ അർത്ഥത്തിനെ ഇവിടെ യശോദാദേവി ഉലൂഖലേ നിബദ്ധം, ഉലൂഖലത്തിൽ ഒരലില് ബന്ധിപ്പിച്ചു. ഏതായി ഉപനിഷത്തിൻ്റെ അർത്ഥം? കൃഷ്ണാൽപരം കിമപി തത്വമഹം ന ജാനേ. കൃഷ്ണനിൽ നിന്ന് അന്യമായിട്ട് ഒരു തത്വമില്ല എന്ന് അറിയൽ, അതാണ് ആത്മതത്വം. ആ ആത്മതത്വത്തിനെ മനസ്സിലാക്കിയ യശോദാദേവി ഇതാ ഇപ്പോൾ കയറുകൊണ്ട് ഭഗവാനെ
ഉരലിൻ്റെ മോള് കെട്ടിയിട്ടു എന്ന് പറഞ്ഞാലോ ഏതായി കയറ്? പ്രണയരശനയാ, പ്രണയമാകുന്ന കയറ്. പ്രേമമാകുന്ന കയറിൽ കൂടെ മാത്രമേ ഈ കൃഷ്ണനെ നമുക്കിതാ നമ്മുടെ ഹൃദയമാകുന്ന ഉരലിൽ കെട്ടിടാനായിട്ട് സാധിക്കുള്ളൂ. കൃഷ്ണൻ എപ്പോഴും അടുത്തിരിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലേ? നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് വെച്ചാൽ ആ കുട്ടികളെ എപ്പോഴും നമ്മളെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കുട്ടികളെ നന്നായിട്ട് സ്നേഹിക്കും. അവർക്ക് വേണ്ടതൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പുറപ്പെട്ടാൽ ആ കുട്ടികൾ എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവും. ഇതേപോലെ ഈ ഭഗവാൻ എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ട് വെച്ചാൽ കൃഷ്ണനെ നന്നായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുക. അല്ലേ? കൃഷ്ണനെ സ്നേഹിക്കണമെന്നതേ ഞങ്ങൾക്കുള്ളൂ, കൃഷ്ണനെ സ്നേഹിക്കണമെന്നതേ ഞങ്ങൾക്കുള്ളൂ, കൃഷ്ണനെ സ്നേഹിക്കണമെന്നതേ ഞങ്ങൾക്കുള്ളൂ, കൃഷ്ണനിങ്ങോട്ടും സ്നേഹം വേണമെന്നു ഞങ്ങൾക്കില്ല. കൃഷ്ണൻ അങ്ങോട്ട് എന്തായാലും തിരക്കില്ല, അങ്ങോട്ട് എന്ത് കാണിച്ചാലും തിരക്കടില്ല കേട്ടോ. അല്ലേ? അതേപോലെയാണല്ലോ ഈ കുട്ടികളെ അങ്ങോട്ടങ്ങനെ സ്നേഹിക്കുന്നതിനനുസരിച്ച് ആ കുട്ടികൾ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പോലെ ഭഗവാൻ എങ്ങനെ സ്നേഹിക്കുന്നതിനനുസരിച്ച് ആ ഭഗവാൻ നമ്മളെ അടുത്തതാ വന്നിരിക്കണോ. ശുക്വാ ഗുണാൻ ഭുവന സുന്ദര. ഭഗവാന്റെ ഗുണഗണങ്ങളെ കേൾക്കുക. എന്താ ഭഗവാന്റെ ഗുണം? ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മ യം വേദ തസ്മൈ നമസ്തേ. നിരീഹം നിരാകാരം ഓങ്കാരഗമ്യം ഗുണാതീതം. ഗുണാതീതനാണ് ഭഗവാൻ, ഗുണത്തിന് അതീതനായിരിക്കുന്ന ആളാണ്. അപ്പൊ ശ്രുത്വാ ഗുണാൻ, ഭഗവാന്റെ ഗുണം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലോകത്തുള്ള ഗുണങ്ങളുടെ പിന്നാലെ ഓടിപ്പോയിട്ട് കാര്യമില്ല. ലോകത്തിനെ ബാധിച്ച ഗുണം ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അല്ലേ? ഇതിൻ്റെ പിന്നാലെ ഓടിപ്പോയിട്ടൊരു കാര്യമില്ല. സത്വഗുണം ഇങ്ങനെ കൂടി വരുമ്പോൾ എല്ലാവരും സ്നേഹിക്കുക വേണ്ടത് വിചാരിച്ച ആൾക്കാരിങ്ങനെ സ്നേഹിക്കാൻ പുറപ്പെട്ടാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുന്ന സമയത്ത് അത് നമ്മളെയും ബാധിക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ഇത്ര ഇങ്ങനെയൊന്നും സ്നേഹിക്കണ്ട കേട്ടോ, ഇങ്ങനെയൊന്നും സ്നേഹിച്ചിട്ടും കാര്യമില്ല. അല്ലേ? അതാണ് ശുത്വാ ഗുണാൻ. ഭഗവാന്റെ ഗുണത്തിനെ അറിയാം. ഭഗവാൻ എങ്ങനെയുള്ള ആളാ? ഗുണം ഒരു തരി ബാധിക്കാത്ത ആളാണ്, നിർഗുണനാണ് ഭഗവാൻ. അപ്പോൾ നിർഗുണനായിട്ട് തീരണം, നിർഗുണനായിട്ട് തീരാൻ സാധിക്കണം. അതാണ് ഇപ്പോൾ രുക്മിണി ദേവിയുടെ ആ എഴുത്തങ്ങോട്ട് കിട്ടിയ സമയത്ത് ഭഗവാന് നന്നായിട്ട് മനസ്സിലായി, രുക്മിണി നീ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ എന്നെ പറ്റിയിട്ടല്ലേ. രുക്മിണി നീയതാ ഇപ്പോൾ എന്നെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാനായിട്ട് സാധിക്കുക? ശുത്വാ ഗുണൻ ഭുവനസുന്ദര. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ഭുവനസുന്ദരനാണ് ഭഗവാൻ. ഭുവനത്തിൽ ഇത്രയധികം സൗന്ദര്യത്തോടു കൂടിയ വേറൊരാളില്ല. ഈ ലോകം മുഴുവനും സൗന്ദര്യത്തോടു കൂടി നിലനിൽക്കാനുള്ള കാരണം ഭഗവാനാണ്. അല്ലേ? ഭഗവാന്റെ അംശം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇല്ലാച്ചാൽ നമുക്ക് സൗന്ദര്യം ഉണ്ടോ ആലോചിച്ച് നോക്കൂലേ? മരിച്ചു കഴിഞ്ഞാൽ കണ്ണവിടെ ഉണ്ടാ, കാതവിടെ ഉണ്ടാ, മൂക്കവിടെ ഉണ്ടാ, നാവ് അവിടെ ഉണ്ടാ, ശരീരം അവിടെ ഉണ്ടാ. അല്ലേ? കണ്ണുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? മനസ്സിൽ ഫോട്ടോ എടുക്കാം. അതായത് എന്തെങ്കിലും ഗുണമുണ്ടോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കാതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളുടെ ഈ സൗന്ദര്യത്തിന് എന്താ കാരണം? സൗന്ദര്യത്തിൻ്റെ ഉള്ളില്, ഈ ശരീരത്തിൻ്റെ ഉള്ളില് സാക്ഷാൽ ഭഗവാൻ ജീവചൈതന്യമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഭുവനസുന്ദര. ഈ ഭുവനം മുഴുവനും സൗന്ദര്യത്തോടു കൂടി നിലനിൽക്കാനുള്ള കാരണം സാക്ഷാൽ ഭഗവാനാണ്. ഭുവനസുന്ദര. ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെന്ത് ചെയ്യില്ല? ചെറിയ സൗന്ദര്യത്തിൻ്റെ പിന്നാലെ ഓടിപ്പോവുക. നമ്മളിങ്ങനെ ഈ ലോകത്തുള്ള സൗന്ദര്യത്തിൻ്റെ പിന്നാലെ ഓടിപ്പോകാനുള്ള കാരണം എന്താണ്? ഭഗവാന്റെ സൗന്ദര്യം ഇതുവരെ കണ്ടില്ല. അത് തന്നെ ഭഗവാന്റെ സൗന്ദര്യം കണ്ട അല്ലേ? ഏറ്റവും വലിയ സൗന്ദര്യം കണ്ടാൽ പിന്നെ അതിൻ്റെ ചെറിയ സൗന്ദര്യമൊക്കെ അത്രയൊക്കെ ഉള്ളൂ തോന്നൂലേ നമുക്ക്? ഇതേപോലെ ഭഗവാന്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ ആണോ മുജുകുന്ദനൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, ന കാമയന്യം തവ പാദസേവനാദകിഞ്ചന പ്രാപ്യതമാദ്വരം വിഭോ. ന കാമയന്യം. ഭഗവാനെ എനിക്കിപ്പോഴും മനസ്സിലായി, ഒരു കാര്യം മനസ്സിലായി. കാമയെ അന്യം, അങ്ങയിൽ നിന്ന് അന്യമായിട്ടൊന്നിനെയും ആഗ്രഹിക്കരുത് എന്ന് എപ്പോഴേ മനസ്സിലായത്? ഇപ്പം മനസ്സിലായി, അങ്ങയെ കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങയെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്, അങ്ങയെ തന്നെയാണ് ഉപാസിക്കേണ്ടിയിരുന്നത് എന്ന്
അങ്ങയെ കണ്ടപ്പോൾ എനിക്കതാ മനസ്സിലായി. അപ്പം നമ്മൾ ഈ ലോകത്തുള്ള ഓരോ സുഖസൗകര്യത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടുണ്ട് വെച്ചാൽ എന്താ അതിൻ്റെ കാരണം? ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടുന്ന അനുഗ്രഹം എന്താ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ശ്രീകോലിൻ്റെ മുന്നിൽ പോയിട്ട് എന്തൊക്കെയാ ഭഗവാനോട് ചോദിക്കണത് അല്ലേ? ഭഗവാനെ കല്യാണം കഴിഞ്ഞില്ല, ഭഗവാനെ കല്യാണം കഴിഞ്ഞില്ല, കുട്ടി ഉണ്ടായില്ല, ഭഗവാനെ ജോലി കിട്ടിയില്ല, ഭഗവാനെ അല്ലേ വീടുണ്ടായില്ല, ഭഗവാന് കണ്ടില്ല ഞാൻ എത്രയാ പഠിച്ചത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങാതെ പഠിച്ചതാ ഭഗവാൻ. പാത്രത്തിൽ വെള്ളമാക്കി അതിലെടുത്ത് വെച്ച് പഠിച്ചതാ ഭഗവാനെ. ജോലി കിട്ടിയില്ലല്ലോ അല്ലേ? ഇത്രയും നിസ്സാരമായിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഭഗവാന്റെ മുന്നിൽ അങ്ങനെ പോയി ചോദിക്കുമ്പോൾ ഇതൊക്കെ വ്യർത്ഥമായിരുന്നു, അങ്ങനെ ചോദിക്കേണ്ടില്ലായിരുന്നു എന്നുള്ളത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരു അനുഗ്രഹം കിട്ടാണ്ട് പരമമായിരിക്കുന്ന ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു, അയ്യോ എത്ര നിസ്സാരമായ കാര്യമായി കൃഷ്ണന്റെ അടുത്ത്. എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലേ? ഈ ഭഗവാനൊക്കെ അറിയില്ല, പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ ഓരോന്ന് പോയി ചോദിച്ചത്? ഞാൻ എന്തിനാ ഭഗവാനെ ഓരോന്നിങ്ങനെ പോയി ചോദിച്ചതെന്ന് ഇതൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ അല്ലേ? ഇതൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? പരമമായിരിക്കുന്ന ആനന്ദത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഈ ലോകം നിസ്സാരമാണെന്ന് നമുക്കിതാ മനസ്സിലാവും അല്ലേ? ആ ആനന്ദത്തിനാണ് ഇതാ അറിയേണ്ടത്. അതാണല്ലോ രാജാവ് ഹിമാലയ പർവ്വതത്തിൽ എത്തിച്ചേർന്ന സമയത്ത് അവിടെ കുറേ തപസ് ചെയ്യുന്ന സന്തോഷം അനുഭവിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെ കണ്ടു. ആ സന്യാസിമാരെയൊക്കെ കണ്ടപ്പോൾ മഹാരാജാവിന് നല്ല സന്തോഷമായി. മഹാരാജാവ് മന്ത്രിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മന്ത്രി, ഈ സന്യാസിമാരും ആശീഷന്മാരും ഇങ്ങനെ മഴയും വെയിലും മഞ്ഞും ഒന്നും കൊണ്ട് കടക്കേണ്ട ആൾക്കാരല്ല, അവർക്കൊക്കെ നല്ല ഒന്നാം തരം കരിമ്പടം വാങ്ങിച്ചു കൊടുത്തു പറഞ്ഞു അത്രേ. അങ്ങനെ കുറേ കരിമ്പടം വാങ്ങി ഓരോ സന്യാസിമാരെയും അടുത്തേക്ക് ഇതാ വിളിച്ചു വരുത്തി മഹാരാജാവ് തന്നെ ആ സന്യാസിമാർക്ക് കരിമ്പടം ഇങ്ങനെ കയ്യിലേക്ക് കൊടുത്തു അത്രേ. ആരാ കരിമ്പടം തരുന്നത്? മഹാരാജാവ് ആ കരിമ്പടം തരുന്നത്. അങ്ങനെ മഹാരാജാവ് കരിമ്പടമൊക്കെ കൊടുക്കഴിഞ്ഞപ്പോൾ സന്യാസിമാരൊക്കെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു, അല്ല നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സന്തോഷമായില്ലേ? ഞാൻ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ കുറേ കരിമ്പടമൊക്കെ ഇതാ തന്നില്ലേ? നിങ്ങൾക്ക് ഇനി മഴേനെ പേടിക്കണ്ടല്ലോ, മഞ്ഞിനെ പേടിക്കണ്ടല്ലോ, തണുപ്പറിയണ്ടല്ലോ, സുഖമായിട്ട് കടന്നുറങ്ങിക്കൂടെ ചോദിച്ചപ്പോൾ ആ സന്യാസിമാരെന്താ പറഞ്ഞത് അറിയൂ? മഹാരാജാവേ, അങ്ങക്ക് സന്തോഷമാവാൻ വേണ്ടി ഞങ്ങൾ ഈ കരിമ്പടം വാങ്ങി, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്കിപ്പോൾ അവിടെ മഴയായാലും തർക്കടില്ല, വെയിലായാലും തർക്കടില്ല, അല്ലെ എന്തായാലും തർക്കടില്ല. ഞങ്ങൾ ഇഹലോകത്തുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധ വെച്ചിട്ടല്ല ഇരിക്കുന്നത്. ഞങ്ങൾ പരമമായിരിക്കുന്ന ആനന്ദം ആ ഭഗവാനെ തന്നെ അറിഞ്ഞ് എപ്പോഴും ആനന്ദത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ടതായിരിക്കുന്ന ഒരാൾക്ക് എന്ത് മഞ്ഞ് എന്ത് മഴ അല്ലെ ഇതൊക്കെ ആയിരിക്കേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കേ ഉള്ളൂ. ചൂടായിട്ട് വെച്ചായിരിക്കാം വയ്യാട്ടോ, മഴ പെയ്തുകൊണ്ട് വെച്ചാൽ എങ്ങനെയാ പറയുക ഭഗവാനെ അല്ലേ? ഇങ്ങനെ വിശപ്പ് അനുഭവിച്ചുകൊണ്ട് എങ്ങനെയാ ഭഗവാനെ അങ്ങേതാ ഉപാസിക്കുക? ഇതൊക്കെ സാധാരണ ആളുകൾക്കേ ഉള്ളൂ. ഈ ആനന്ദങ്ങൾ അനുഭവിക്കാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ യാതനകളൊക്കെ ആളുകൾ മറക്കുന്നു. ശരീരമല്ല ഞാൻ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവാണ്, ഭഗവാനാണ്, ആ ഈശ്വരനെ തന്നെയാണ് അതാ ഉപാസിക്കേണ്ടത് എന്നുള്ള ഭാവത്തിലേക്ക് ആനന്ദത്തിലേക്ക് ഇതാ എത്തിച്ചേരുമ്പോൾ എല്ലാതും നമ്മളതാ മറക്കണു. ഭുവനസുന്ദര, ഈ ലോകത്തിനെ മുഴുവനും സൗന്ദര്യത്തോടു കൂടി നിലനിർത്തുന്ന ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളതായിരിക്കുന്ന ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സൗന്ദര്യത്തിൻ്റെ പിന്നാലെ ഓടിപ്പോവില്ല. എന്തേ ശിശുപാലനെ കല്യാണം കഴിച്ചൂടെ നടക്കുന്ന ഏറ്റവും കൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ മറുപടി ആദ്യം പറഞ്ഞു അത്രേ. ആ ശിശുപാലൻ നല്ല ആളല്ലേ, രുക്മിണി തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എത്ര അയാൾ കാത്തിരുന്നതല്ലേ? അയാളെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ആദ്യമേ കൊടുക്കണം. രുക്മിണിക്കറിയാം, അതാണ് രുക്മിണി അല്ലേ? ഓരോരോ വാക്കിലും എന്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പറയുന്നു. നിർവിശ്യകർണ വിവരേറഹരതോങ്കതാപം, ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അംഗതാപം ഹരത, നമ്മളുടെ അംഗങ്ങളുടെ താപങ്ങൾ മുഴുവനും ഇല്ലാതായിട്ട് തീരണം. കാലൊരംഗാണ്, കൈ വേറൊരംഗാണ്, മൂക്ക് വേറൊരംഗാണ്, നാവ് വേറൊരംഗാണ്, തല വേറൊരംഗാണ് അല്ലേ? ഇതൊക്കെ വേദനയാ. തലയ്ക്ക് എന്തൊരു വേദന ആലോചിച്ച് നോക്കൂ. തലവേദന വന്നാലും വെയിലങ്ങനെ വരുന്ന സമയത്തല്ലേ? തലവേദന ഇല്ലാതാവണോ? എന്ത് ചെയ്താൽ മതി? നിർവിശ്യ കർണവിവരേ, കർണവിവരം, കർണം എന്ന് വിളിച്ചാൽ കാത് നിർത്തല്ലേ? വിവരം എന്ന് പറയേണ്ടിച്ചാലോ മലയാളത്തിലെ വിവരമല്ല, സംസ്കൃതത്തിലെ വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം നിർത്തും.
കർണവിവരം എന്ന് പറഞ്ഞാൽ കാതിൻ്റെ ദ്വാരത്തിലൂടെ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളങ്ങനെ കേൾക്കുന്നതിനനുസരിച്ച് അംഗതാപം ഹരത. ഭഗവാൻ നമ്മളുടെ അംഗത്തിനെ ബാധിച്ചതായ എല്ലാവിധ താപത്തിനെയും ദുഃഖത്തിനെയും ഇല്ലാതാക്കുന്നു. കണ്ണുവേദന ഇല്ലാതാവണോ, പല്യവേദന ഇല്ലാതാവണോ, കയ്യവേദന ഇല്ലാതാവണോ, കാലുവേദന ഇല്ലാതാവണോ, എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ കഥേൻ്റെ മുന്നിൽ അവിടെ വന്നിരുന്നാൽ മതി. എങ്ങനെ വേണം? ഏകാഗ്രമനസ സുസമാഹിത. ഏകാഗ്രമനസ, മനസ്സ് ഏകാഗ്രമാക്കാൻ സാധിക്കണം. മനസ്സിൽ വേറൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ലേ? അപ്പം നമ്മളെ മനസ്സിൽ ഓരോ കാര്യം അവിടെ ഇരിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാരുടെ മനസ്സൊക്കെ എവിടെയാണെന്നാ വിചാരിച്ചതല്ലേ? വീട്ടിലാണ് ചില ആൾക്കാരുടെ മനസ്സ്. ചില ആൾക്കാർ ഇങ്ങനെ സ്വപ്നം കാണണം അല്ലേ? അങ്ങനെ മനസ്സ് എവിടെ വെച്ചിട്ട് കാര്യമില്ല. ഏകാഗ്രമനസാ സുസമാഹിത. മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാന്റെ കഥയിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് അംഗതാപം ആരാ അറിയണത്? കയ്യിൻ്റെ വേദന അറിയുന്നുണ്ടോ, കാലുവേദന അറിയുന്നുണ്ടോ? അല്ലേ? നമുക്കിന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളിന്നെ ആലോചിച്ച് നോക്കൂ. ഓരോ ദിവസവും സപ്താഹ യജ്ഞം തുടങ്ങുമ്പോൾ രാവിലെ അവിടെ തുടങ്ങണേൻ്റെ മുന്നേ എത്തിച്ചേരണേന്ന് വിചാരിച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ്, ചില ആൾക്കാർ 5 മണിക്കൊക്കെ അലാറം വെച്ചാൽ 3:30 തന്നെ എഴുന്നേൽക്കും. രാവിലെ എഴുന്നേറ്റ് വെച്ചാൽ ഭഗവാൻ അറിഞ്ഞില്ല 3:30 എഴുന്നേറ്റ് പിന്നെ ഉറങ്ങാതിരിക്കുക. ഉറങ്ങാതിരുന്ന് രാവിലെ ആയിട്ട് എങ്ങനെയൊക്കെയോ കുളിക്കാനൊന്നും വയ്യ, നടക്കാൻ വയ്യ. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിച്ചേർന്ന് അതോ ഇന്നലെയും മിനിയാന്നൊക്കെ ചമ്മടം പടിഞ്ഞ് ഇരുന്ന് മേല് വേദനയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇരുന്നുണ്ടോ? ഞാൻ ഇതുവരെ ഇരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്ന് രാത്രി വീട്ടിലെത്തുന്ന സമയത്ത് ചിലപ്പോൾ മകളും അമ്മയും കൂടെയാണ് വന്നത് വെച്ചാൽ വയസ്സായ അമ്മ പറയും, നാളെ രാവിലെ നീ എന്നെ വിളിക്കണ്ട കേട്ടോ, ഞാൻ പോരുന്നില്ല, അത് എനിക്ക് വയ്യ അവിടെ ഇരിക്കുക, ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞെന്നാ ശരി കേട്ടോ അമ്മേ, രാവിലെ ഞാൻ എന്തായാലും പോവാം എന്ന് വിചാരിച്ച് രാവിലെ ഒരു 5:30 ആയ 6 മണിക്ക് ഇവിടെ എത്തണം. 5:30 ആയ സമയത്ത് എഴുന്നേറ്റ് ആ സ്ത്രീ കുളിയൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ട അമ്പലത്തേക്ക് പോകാൻ വേഗം, എന്തായാലും അമ്മയില്ലല്ലോ, വേഗം പോകാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് കണ്ട് ഇറങ്ങാൻ പുറപ്പെട്ടപ്പോഴത് അമ്മ ഏതാ നേരെ മുന്നിൽ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ എടുത്തിട്ട്, എന്തേ അമ്മ ഇല്ലേ പോരുന്നില്ല പറഞ്ഞത്? അല്ല കേട്ടോ, ഒരു വേദനയില്ല, അത് തന്നെ അല്ലേ, ഒരു വേദനയില്ല, കാലുവേദന ഇല്ല, വേലുവേദന ഇല്ല, മുട്ടുവേദന ഇല്ല. ഇപ്പൊ ഭഗവാന്റെ ആ കഥയുടെ മുന്നിൽ എത്തിച്ചേരുന്നതോടുകൂടി എല്ലാ താപങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖവും നമ്മളിൽ നിന്ന് ഇല്ലാതായിട്ടതാ തിരുണു. നിർവിശ്യകർണ വിവരേ ഹരതൊങ്കതാപം വിവരൈഹി കർണവിവരൈഹി ഹരതൊങ്കതാപം. കാതിലൂടെ ഭഗവാന്റെ കഥ എങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കുന്നതോടുകൂടി അംഗതാപങ്ങൾ മുഴുവനും, തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ദുഃഖങ്ങൾ മുഴുവനും നമ്മൾ ജീവിതത്തിൽ അതാ മറക്കണു. രൂപം ദൃശാം ദൃശ്യമതാമഖിലാർത്ഥലാഭം, രൂപം ദൃശാം ദൃശ്യമതാം അഖിലാർത്ഥലാഭം. ഭഗവാന്റെ ആ രൂപത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും രൂപം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതിമനോഹര സ്വരൂപത്തിൽ ഭഗവാൻ എങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ മറ്റൊന്നും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. കാരണം അത് ഏറ്റവും വലുതിനെ കണ്ടാൽ പിന്നെ ചെറുതിലേക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ ലോകത്ത് നമ്മൾ അതാണ് കേമ എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഓടിപ്പോകുമ്പോൾ അതിലും വലുത് കാണുമ്പോൾ രണ്ടാമത്തതിനെ നമ്മളിതാ മറക്കണു. ഇങ്ങനെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ ആ സൗന്ദര്യത്തിനെ ഒരിക്കൽ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു സൗന്ദര്യത്തിൻ്റെ പിന്നാലെ ആളുകളതാ ഓടിപ്പോവില്ല. അപ്പോൾ ഈ അച്യുത ആവിശതി ചിത്തം അപത്രപമേ, ലജ്ജല്ലാതെ ഞാൻ അങ്ങയുടെ ആ രൂപത്തിലേക്ക് ആവേശിച്ചു എന്നുണ്ട് വെച്ചാൽ അതിൻ്റെ കാരണക്കാരൻ ഞാനല്ല, ഭഗവാൻ ആരും അങ്ങനെയാണ്. അത് ഇത്രയും സൗന്ദര്യത്തോട് കൂടിയിട്ട് എന്തിനാ ഭഗവാനെ ഭൂമിയിൽ അവതരിച്ചത് അല്ലേ? അങ്ങക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചത്. അങ്ങ് ഇതിൻ്റെ മുന്നേ എന്തൊക്കെ സ്വരൂപം സ്വീകരിച്ചു? ആമയായിട്ട് ജനിച്ചു, ഒരു എഴുത്ത് ഞാൻ അയച്ചില്ലല്ലോ, കഴിക്കണം തോന്നിയില്ല, അതന്നെ. വരാഹമായിട്ട് അങ്ങത് അവതരിച്ചു, ആ സമയത്ത് ഞാനൊരു എഴുത്തായിട്ട് വന്നില്ലല്ലോ ഭഗവാൻ. നരസിംഹമായിട്ട് ഭഗവാൻ വന്ന സമയത്ത് സാക്കലി ആൾക്കാർ ഇങ്ങനെ പേടിപ്പെടുത്തണേ രൂപത്തിൽ വന്ന സമയത്ത് ഒരു എഴുത്തായിട്ട് ആർക്കെങ്കിലും പോകണം തോന്നിയോ? കല്യാണം കഴിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ ആരെങ്കിലും കല്യാണം കഴിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ പെൺകുട്ടി തന്നെ അവിടുന്ന് ഓടി പോവുക ചെയ്തത്, ലക്ഷ്മി ഭഗവതി തന്നെ അല്ലേ? അതാണ് അങ്ങ് എന്തിനാ ഇത്രയും സൗന്ദര്യത്തോടു കൂടി ഈ ഭൂമിയിൽ അവതരിച്ചിട്ടല്ലേ ഭഗവാനെ ഞാനിതാ അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചത്. കാത്വാ മുകുന്ദ മഹതീ കുലശീലരൂപ വിദ്യാവയോദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതി കുലവതീ നവൃണീത കന്യാകാലേ നൃസിംഹ നരലോകമനോഭിരാമം. അല്ല രുക്മിണി, കല്യാണമൊക്കെ വേണമെന്നുണ്ട് വെച്ചാൽ എന്ത് വേണം? ചിലതൊക്കെ ഒരേപോലെ ആവണം എന്ന് പറയും. എന്തൊക്കെയാണ്? കുലം, ശീലം, രൂപം അല്ലേ? രൂപമൊക്കെ ഏകദേശം ഒരേപോലെ ആവണം. കല്യാണം കഴിക്കണ സമയത്ത് നന്നായിട്ട് ആലോചിക്കേണ്ടത്
കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ, ഭഗവാനെ വേണ്ടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞതിൻ്റെ മുന്നേ ആലോചിക്കണം അല്ലേ, ഇങ്ങനെ ഒരുത്തനെ കിട്ടിയില്ലേ ഭഗവാനെ, വേണ്ടില്ലേ ഇതൊക്കെ അതിൻ്റെ മുന്നേ തീരുമാനിക്കേണ്ടതാ. കുലം ശീലം ആദ്യമൊക്കെ നല്ല ശീലാന്നൊക്കെ വിചാരിച്ചു. കല്യാണം കഴിപ്പം മനസ്സിലായി വേണ്ടില്ലായിരുന്നേ ഭഗവാനെ, ഞാൻ സുഖമില്ലാട്ടേ. കുലം ശീലം രൂപം വിദ്യ അല്ലേ, നല്ല അറിവൊക്കെ ഏകദേശം ഒരേപോലെ ആവണം. ഭാര്യ കാണിച്ചാൽ ഡോക്ടറാ, ഭർത്താവോ അയാൾ സ്കൂളിൻ്റെ പടി കണ്ടില്ല. പിന്നെ ഏതോ തൃശ്ശൂർ പൂരൊക്കെ എൻ്റെ പോയപ്പോൾ ഫോൺ നമ്പർ കിട്ടി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കല്യാണം കഴിഞ്ഞ് എന്താ ചെയ്യുക. കല്യാണം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് വേണ്ടില്ലായിരുന്നേ ഭഗവാൻ. ഇങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. കുലശീല രൂപവിദ്യ വയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീ നവൃണീത കന്യാ കാലേ നൃസിംഹ. ഭഗവാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരേപോലെ ആവില്ല കേട്ടോ. അത് വെറുതെ വിചാരിക്കുക. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി പുണ്യം ചെയ്ത് അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഭഗവാനെ. തന്മേ ഭവാൻ ഖലു വ്രതപതിരംഗജായാത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാ വീരഭാഗമഭിവരിശതു ചൈദ്യാരൽ ഗോമായുവൻ മൃഗപതേ ബലിമംബുജാക്ഷ. മൃഗപതി എന്ന് പറഞ്ഞ ആരാണ്? അല്ലേ, സിംഹം. സിംഹത്തിൻ്റെ മുന്നിൽ സിംഹത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുപോയി വെച്ചു വിചാരിക്കുക അല്ലേ. സിംഹത്തിന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് സിംഹം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു കുറുനരി വന്നങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയാൽ ഞാൻ കഴിക്കാൻ ഇട്ട് പറഞ്ഞ അല്ലേ. ഒരു കുറുക്കനെ അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പമായിരിക്കാം ഈ ഭക്ഷണം കൊണ്ടുപോയി വെച്ച ആൾക്കല്ല, പിന്നെ ആർക്കാണ് കിട്ടാത്തതായിരിക്കാം, ഇയാൾക്ക് സിംഹത്തിനാണ് കിട്ടാത്തത്. അതേപോലെ ഞാനിന്നോ ഭഗവാനെ അങ്ങയുടെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശിശുപാലിനെ പോലുള്ളതായിരിക്കുന്ന കുറുനരികൾ എന്നെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം എനിക്കല്ല ഭഗവാനെ, അങ്ങക്ക് തന്നെയാണ് അല്ലേ. അങ്ങയുടെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ടതാ ഞാൻ എന്നോ, ഞാൻ അങ്ങയുടെ ഭാഗമാവാതാ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നതാ സ്വീകരിക്കണേ ഭഗവാനെ. അല്ല രുക്മിണി, എൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന് വെച്ചാൽ എന്ത് വേണം? കുറച്ച് പുണ്യമൊക്കെ ചെയ്യണം. നീ അതൊക്കെ ചെയ്തിട്ടുണ്ടോ രുക്മിണി? ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ട ആ പുണ്യത്തിൻ്റെ ആ രീതികളൊക്കെ വർണ്ണിക്കണം. ഏതൊക്കെയാണ്? പൂർത്തേഷ്ടദത്ത നിയമൗവ്രതദേവ വിപ്രകുർവർച്ചനാദിഭിരജം ഭഗവാൻ പരേശ. പൂർത്തകർമ്മങ്ങൾ. പൂർത്തകർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന പുണ്യകർമ്മങ്ങൾക്കാണ് പൂർത്തകർമ്മം എന്ന് പറയാം. ഇന്ന് നിലനിൽക്കുന്നതായ പുണ്യകർമ്മം അല്ലേ. ഒരു കുളം നിർമ്മിക്കുക വിചാരിക്കുക. ഒരു കുളം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ കുളം ഉണ്ടാക്കിയ ആൾക്ക് മാത്രമാണോ ഗുണം? അതല്ല. എത്രത്തോളം കാലം ഈ കുളം ഇവിടെ ഉണ്ടോ അത്രത്തോളം കാലം അത് പുണ്യമാണ് ജീവിതത്തിൽ അല്ലേ. അതുണ്ടാക്കിയ ആൾക്കാണ് അതിൻ്റെ പുണ്യം കിട്ടുന്നത്. അവിടെ പോയിട്ട് കുളിക്കുന്ന സമയത്ത് അപ്പം അവർക്ക് അതിൻ്റെ പുണ്യം കിട്ടുന്നത്. ആരാണോ നിർമ്മിച്ചത് വെച്ചാൽ അവർക്കാണ്. അതേപോലെ ഒരു കിണർ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ഒരു വീടുണ്ടാക്കി വിചാരിക്കുക. ആലോചിച്ച് നോക്കൂ, നമ്മളൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മാത്രമാണോ ഗുണം? അല്ല, നമ്മുടെ കുട്ടികളോ ഒക്കെ അവിടെ വന്ന് താമസിക്കുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് വെച്ചാൽ അല്ലെങ്കിൽ അടുത്ത അമ്പലത്തിലെ സപ്താഹത്തിനൊക്കെ ആരും വന്നാൽ അവരും വന്ന് താമസിക്കുന്നുണ്ട്. അവർ എത്ര സൗകര്യം ആലോചിച്ച് നോക്കൂടെ. അങ്ങനെ വീടിൻ്റെ വെച്ചാലുള്ള സ്ഥിതിയോ നമ്മളെവിടെയാണ് പോയി നിൽക്കാല്ലേ. ഇനിയിപ്പോൾ അവിടെ ആരും നിന്നില്ല വിചാരിക്കുക. അപ്പോൾ പിന്നെ 4 കാലും വാലുള്ള സാധനമൊക്കെ സന്തോഷമായിട്ടോ അയാൾ വീടുണ്ടാക്കിയതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പല പക്ഷികൾ, മൃഗങ്ങൾ. അപ്പോൾ എന്നും നിലനിൽക്കുന്നതായിരിക്കുന്ന പുണ്യകർമ്മങ്ങൾ പൂർത്തകർമ്മം എന്ന് പറയും. ഇഷ്ടകർമ്മം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന കർമ്മങ്ങൾ, ശരീരത്തിൻ്റെ ഇഷ്ടകർമ്മങ്ങൾ. തലയിൽ ഇങ്ങനെ ചുമടൊക്കെ വെച്ച് പോകുന്ന സമയത്ത് പണ്ടൊക്കെ ആൾക്കാർ തലയിലെ ചുവട് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് ആരെങ്കിലും വരാതെ തലയ്ക്ക് എടുത്തേക്കാൻ പറ്റുമോ? അപ്പോൾ കുറച്ച് പൈസയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഈ ചുമട് താങ്ങി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇവിടേക്ക് ഇനിയിപ്പോൾ എന്താ അതിന് പരിയാക്കി അറിയില്ല. അത്താണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടല്ലോ അത്താണിയൊക്കെ അത്താണിക്കൽ ഇവിടെ അടുത്തുണ്ട് ഒരു സ്ഥലം അല്ലേ. അങ്ങനെ കുറേ അത്താണി എന്ന് പറഞ്ഞാൽ എന്താ 2 കല്ലിൻ്റെ മുകള് വേറൊരു കല്ല് ഇതാ എടുത്തിട്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ മുകള് ആ ചുമട് ഇതാ എടുത്ത് വെച്ച് അയാൾ താഴത്തേക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ ദീർഘശ്വാസം വലിക്കും. ഹാവ് സന്തോഷമായിട്ടോ എന്നങ്ങോട്ട് പറയുമ്പോൾ ആർക്കാ അതിൻ്റെ പുണ്യം കിട്ടുന്നത്? ആർക്കാണ്? ഇതാരാണോ നിർമ്മിച്ചത് വെച്ചാൽ അവർക്കാണ് അതിൻ്റേതായിരിക്കുന്ന പുണ്യത കിട്ടുന്നത്. ഇഷ്ടകർമ്മങ്ങൾ പൂർത്തേഷ്ട ദത്തം. ദത്തം എന്ന് പറഞ്ഞാൽ ദാനം നടത്തും, കൊടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലേ, ആരുടെ കയ്യാ മുകളിൽ
കൊടുക്കുന്നയാളുടെ കൈയാണോ വാങ്ങുന്നയാളുടെ കൈയാണോ അല്ലേ? അത് സംശയമില്ല, കൊടുക്കുന്നയാളുടെ കൈ തന്നെയാണ് ഏറ്റവും മുകളിലുണ്ടാവുക. ഇപ്പോൾ വാങ്ങുന്നത് ഭഗവാനാണെച്ചാലും തർക്കമില്ല. മഹാബലിയുടെ കൈയാണോ മുകളിൽ, വാമനമൂർത്തിയുടെ കൈയാണോ? അത് മഹാബലിയുടെ കൈ തന്നെയല്ലേ. ഭഗവാൻ ഞാൻ വാങ്ങുന്നത് വെച്ചാൽ കൊടുക്കുന്ന ആളുടെ കൈയാണ് ഇതാ മുകളിലുണ്ടാവുക. അപ്പോൾ ദാനം ചെയ്യുന്നതിനാണ് പ്രാധാന്യം, ദാനം വാങ്ങിക്കുന്നതിനല്ല അല്ലേ. ബലിമഭിബലിമത്വാവേഷ്ടയത്വാക്ഷപദ്യത്തതലം അസിതസഖ്യേ ദുഃഖത കഥാർത്ഥ അല്ലേ. ഈ പോയി വാങ്ങിക്കൊണ്ടിരുന്ന അത് ഭഗവാന് സാധാരണക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഈ ദാനം ചെയ്യണതിന് ആണ് കൂടുതൽ ഏതാ പ്രാധാന്യം. എന്തൊക്കെ ദാനം ചെയ്യാം? വസ്ത്രം ദാനം ചെയ്യാം. ഈ വസ്ത്രദാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഇതിനാ വസ്ത്രം എന്ന് പറയും. നമുക്ക് ആളുകളെ കണ്ടു കഴിഞ്ഞാൽ വസ്ത്രം ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ വസ്ത്രദാനം, വസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? എന്തിനാ വസ്ത്രം എന്ന് പറയുക അല്ലേ? നമ്മൾ എന്തിനാ വസ്ത്രം ഉപയോഗിക്കുന്നത് എന്ന് ആലോചിച്ചു. എന്തിനാ വസ്ത്രം ഉപയോഗിക്കുന്നത്? മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രത ഉപയോഗിക്കുന്നത് അല്ലേ. അതിനാണ് വസ്ത്രം എന്ന് പറയുക. വാസസ് മറയ്ക്കണത്. ശരിക്കും നമ്മളെ മറയ്ക്കണത് എന്താ? ഈ പുറമുള്ള വസ്ത്രമാണോ വേറെ എന്താ മറയ്ക്കണത് അല്ലേ? എന്താണ്? ദേഹമാണ് നമ്മളേതാ മറയ്ക്കുന്നത് അല്ലേ. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെ മറയ്ക്കുന്നത് എന്താണ്? ദേഹമാണ് മറയ്ക്കുന്നത് അല്ലേ. അപ്പം ദേഹത്തിൻ്റെ ഭാവങ്ങൾ ഇല്ലാതാവുക. ഞാൻ ദേഹമല്ല എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം ദാനം ചെയ്യുന്നത്. അതാണ് നമ്മളിതാ മനസ്സിലാക്കേണ്ടത്. വസ്ത്രദാനം അല്ലേ. ഭൂമി ദാനം ചെയ്യുക. കുറേ ഭൂമിയൊക്കെ കയ്യിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും അല്ലേ? പണ്ടൊക്കെ ആൾക്കാരെ കണ്ടല്ലേ, ധാരാളം ഭൂമി ദാനം ചെയ്യുക. ഇപ്പറ്റ ഭൂമിയിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെച്ചാൽ കാണാൻ്റെ ഭഗവാൻ ഒരു സാഹചര്യം അങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ഭഗവാൻ അതിനേക്കാളും നന്നായിരുന്നു, നീ എൻ്റെ ജീവൻ അങ്ങോട്ട് എടുക്കുകയായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും ആൾക്കാരല്ലേ. ഒരു തരി ഭൂമി പോകാനായിട്ട് ഇഷ്ടമില്ല. ഈ ഭൂമി ദാനം ചെയ്ത് ചോദിച്ചാലുള്ള കുഴപ്പം എന്താ അറിയും? ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കല്ല് കടിക്കും. കാണാറില്ല അല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ കല്ല് കടിച്ചിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ഭൂമി ദാനം ദാനം ചെയ്യാറായിട്ടോ എന്ന് മനസ്സിലാക്കണം അല്ലേ. അങ്ങനെ ഭൂമി ദാനം ചെയ്യുക, വസ്ത്രം ദാനം ചെയ്യുക, പഴം ദാനം ചെയ്യുക. വൈശാഖകാലമൊക്കെ വരുന്ന സമയത്ത് ധാരാളം പഴമൊക്കെ ഉള്ള സമയത്ത് എന്ത് വേണം? പഴം ദാനം ചെയ്യണം, ഫലങ്ങളൊക്കെ ദാനം ചെയ്യാം. പ്രത്യേകിച്ച് വൈശാഖകാലം വരുമ്പോൾ, ഇനി വൈശാഖാണല്ലോ വരാൻ പോണതല്ലേ, മെയ് മാസമായി കഴിഞ്ഞാൽ വൈശാഖ മാസമായി. അപ്പോൾ വൈശാഖമായി തുടങ്ങിയ എന്ത് വേണം? വൈശാഖകാലേ പഴമാങ്ങ ദാനം എന്ന് പറയും. വൈശാഖകാലത്ത് ധാരാളം ഫലങ്ങളൊക്കെ ദാനം ചെയ്യണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ദാനം ചെയ്യണം എന്ന് പറയും. കുട്ടികൾക്ക് ദാനം ചെയ്യണം. പഴമൊക്കെ കുട്ടികളെയൊക്കെ വിളിച്ച് ധാരാളമായിട്ട് കൊടുക്കുക തന്നെ. അവർക്കാണ്ട് സന്തോഷമായി കഴിഞ്ഞാലോ പിന്നെ സന്താന ദുരിതം ഉണ്ടാവില്ല. അതെങ്ങനെ സന്താന ദുരിതം ഇല്ലാതിരിക്കണോ? കുട്ടികളെ സന്തോഷിപ്പിച്ചാൽ മതി പറയും. ബാലശാപം കാല് പിടിച്ചാൽ മാറില്ല എന്നാണ് പറയും അല്ലേ. ബാലശാപം കാല് പിടിച്ചാൽ മാറില്ല പറയും. കുട്ടികളുടെ അടുത്തുനിന്ന് ശാപം കിട്ടിക്കഴിഞ്ഞാലോ അനവധി ഉദാഹരണങ്ങളുണ്ട്. ഒന്നും പറയുന്നുണ്ടേ ഭഗവാനെ. ബാലശാപം കാല് പിടിച്ചാൽ മാറില്ല. അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും ദ്രോഹിക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ദാനാദി കാര്യങ്ങൾ, വസ്ത്രം ദാനം ചെയ്യുക, പിന്നെ വടി ദാനം ചെയ്യുക. വയസ്സായി നടക്കുന്ന ആൾക്കാർക്കൊക്കെ, നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് ഒരു വടി കൊടുത്തു നോക്കൂ. അവർക്ക് എന്തൊരു സന്തോഷമല്ലേ. ഒരു വടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടി ഉണ്ടാവും, ഉപദ്രവിക്കരുതായിരിക്കും. അങ്ങനെ ഉണ്ടാവും ആൾക്കാർ വടി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ വടിയൊക്കെ അതാണ് ദശപുത്ര 10 കുട്ടികൾക്ക് സമമാണ് ഒരു വടി പറയും അല്ലേ. 10 കുട്ടികളെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യമാണ് ഒരു വടിക്ക്. ആ വടി പിടിച്ച് നടക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അവർക്ക് സന്തോഷമാവണം. വടി ദാനം ചെയ്യുക. പിന്നെ ചെരുപ്പ് ദാനം ചെയ്യുക. ചെരുപ്പൊന്നും എടുത്തുണ്ടാവരുത്. ആൾക്കാർ അമ്പലത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചെരുപ്പന്നെ കാണിക്കുക. അങ്ങനെ പറ്റില്ല അല്ലേ. എന്ത് ചെയ്യുക? ചെരുപ്പ് ദാനം ചെയ്യുക, വടി ദാനം ചെയ്യുക, കുട ദാനം ചെയ്യുക. ഇങ്ങനെ പലതരത്തിലുള്ള ദാനാദി കാര്യങ്ങളുണ്ട്. ആ ദാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. ഇങ്ങനെ പൂർത്തേഷ്ട ദത്ത നിയമം, ഓരോ നിയമം ഉണ്ടാവുക ജീവിതത്തിൽ അല്ലേ. പല നിയമങ്ങൾ, ഇന്ന സമയത്ത് എഴുന്നേൽക്കും, ഇന്ന സമയത്ത് കുളിക്കും, ഇന്ന സമയത്ത് അമ്പലത്തേക്ക് പോകും എന്നുള്ള നിയമങ്ങൾ നമ്മൾ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്ത് ആരാധിതോ യതി ഗതാഗ്രജ. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാനെ. അല്ല എന്നാൽ രുക്മിണി നിന്റെ കല്യാണം നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് എന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു രുക്മിണി പറഞ്ഞു അത്രേ അല്ലേ. നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് കല്യാണം എന്ന് തന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളോടൊക്കെ പോയി പറയുന്ന സമയത്തുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂലേ. അപ്പോൾ ശരി, ഭഗവാൻ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ നേരെ
രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി ഇത്ര. അതാ രസം. ഭഗവാൻ അങ്ങോട്ട് ഇതാ എത്തിച്ചേർന്ന് ആ രുക്മിണിയെ വിവാഹം കഴിച്ചതായ ചരിത്രമാണ് രുക്മിണി സ്വയംവരമായിട്ട് ഇതാ വർണ്ണിക്കുന്നത്. പിന്നീടാണ് ഭഗവാന്റെ ആ മറ്റുള്ള ലീലകളൊക്കെ ഭാഗവതത്തിൽ അതാ വർണ്ണിച്ച് വരുന്നത്. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം തന്നെ നമുക്കതാ ഇവിടെ ഒരു അധ്യായം കൂടി പാരായണം ചെയ്ത് കഴിഞ്ഞാലാണ് രാജസൂയം, എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതായ സമയമാണ് രാജസൂയം. ഈ സമയത്ത് ഭഗവാനെ പ്രത്യേകമായിട്ട് ഇവിടെ അഭിഷേകങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് എല്ലാവരും ഇത് അറിയിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.